ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കും. ഫുൾ ലോണിൽ ഒരു ഓഫർ പ്രൈസിൽ ഡീസൽ വണ്ടി അത് 40,000 കിലോമീറ്റർ 25,000 രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന അതും 4 സിലിണ്ടറിൽ വരുന്ന വണ്ടിയിൽ ഒരു ബൈക്ക് ബുള്ളറ്റ് ഒക്കെ എടുക്കുന്ന ആ ഒരു പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന പൈസ ഒന്നും വരില്ല. ഇല്ല 1,00,000 താഴെയാണ് ഫുൾ എമൗണ്ട് ലോൺ ചെയ്യും. 390 നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. നമുക്ക് ഫുള്ള് ലോൺ ഇട്ടിട്ട് കൊടുക്കാം. ഫുൾ ലോൺ ഒരു രൂപ പോലും മുടക്കണ്ട. ഇതിൽ സൺറൂഫ്, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മോട്ടറൈസ്ഡ് മിറർ, മോട്ടറൈസ്ഡ് സീറ്റ്, മോമോ സ്റ്റിയറിംഗ്, LCD എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. അതിൽ നമുക്ക് ഒരു 64 രൂപ കൊടുക്കും. 64 രൂപയ്ക്ക് ഒരു 19 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ചെറിയ മാറ്റം വരുത്തും ചെയ്യാം. ഫുൾ എമൗണ്ട് ലോൺ ആണെങ്കിൽ ഒരു 1,00,000 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റും. ക്യാഷ് ബാക്ക് ഒരു 17. ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയൊരു ഷോറൂമാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്ലൂബെറി യൂസ്ഡ് കാർസ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. സബോമീറ്റർ എസ്യുവികളുണ്ട്, ചെറുവാഹനങ്ങളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് വിൻറ്റേജ് വാഹനം നോക്കുന്ന അൾട്ര ചെയ്തിട്ടൊരു അംബാസഡർ വരുന്നുണ്ട്, സെൽട്ടോസ്, 7 സീറ്റർ നോക്കുന്ന ഒരു മരാസ വരുന്നുണ്ട്. ചെറിയ പ്രൈസിൽ ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ മിക്സ് ചെയ്തിട്ടുള്ള പാർട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലൂബെറി യൂസ്ഡ് കാർസ്. അപ്പോൾ അതാണ് നമുക്ക് പോളോ വരുന്നുണ്ട്, ഇയോണ്, റിഡ്സുകൾ, അത്യാവശ്യം നല്ല മൈലേജും സാധാരണക്കാരന് ചെറിയ EMI കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി ഓട്ടോമാറ്റിക് ആയാലും അതേപോലെ മാനുവൽ വാർ നല്ലൊരു കളക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോലേക്കാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. സോലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ബ്ലൂബെറി യൂസ് കാസ് അല്ലേ? നമ്മുടെ പുതിയ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ പുല്ലാനൂർ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ്. അടുത്ത് പുല്ലാനൂർ. അപ്പൊ ഈ കാണുന്നത് വള്ളോമ്പ്രം മഞ്ചേരി റോഡാണ്. അതായത് മഞ്ചേരി നമുക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ, വെള്ളോമ്പ്രം ടൗണിൽ 1.5 കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഷോറൂം. അത്യാവശ്യം എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? മാക്സിമം നമുക്ക് വില കുറച്ച് കൊടുക്കാം. ഇയറന്റ് ആണ് കുറച്ചിട്ട് നല്ല അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് അല്ലെ? 10-35 വാഹനങ്ങൾ നമുക്ക് ഉണ്ട് അല്ലെ? അത്യാവശ്യം എല്ലാ സെഗ്മെന്റിലെ വാഹനങ്ങളും ഉണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറിയൊരു വാഹനത്തിൽ നിന്നാണ് തുടങ്ങാലോ. അതായത് ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തൊരു വാഹനമൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പേടിയായിട്ടാണ് ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് ഒരു ബൈക്ക് ബുള്ളറ്റ് ഒക്കെ എടുക്കുന്ന ആ ഒരു പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന പൈസ ഒന്നും വരില്ല. ഇല്ല 1,00,000 താഴെയാണ്. 95,000 രൂപ നമ്മൾ ചോദിക്കണത്. നമുക്ക് ഫൈനൽ ഒരു 88 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 88 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 2029 വരെ പേപ്പറുള്ള LXI വണ്ടിയാണ്. LXI അപ്പൊ അന്നത്തെ ഫുൾ ലോഡ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. മൈലേജ് നമുക്ക് 18 ഒക്കെ കിട്ടുമല്ലോ അല്ലെ? കമ്പനി 19 ഒക്കെയാണ് പറയുന്നത്. 16-17 വരെ മൈലേജ് കിട്ടും. 16-17 അത്യാവശ്യം ഒരു ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങൾ, പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. നമുക്കൊന്നും ചെയ്യിക്കാനില്ല. പെട്രോൾ വണ്ടിയാണ്. നമുക്ക് ഒരു 88,000 രൂപ ഫൈനൽ ഇവിടെ ചോദിക്കുന്നത് 95 ഫൈനൽ അല്ലേ? നമ്മൾ അടുത്തുള്ളവർക്ക് ചെറിയ പ്രൈവറ്റ് ലോൺ ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഫിനാൻസുകളൊക്കെ ചെയ്യാം. സിബിൽ സ്കോറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വന്നു ചെയ്യാം. പിന്നെ അതൊക്കെ ചെറിയ പ്രൈസ് ആണ്. ലോൺ ചെയ്യാൻ മാത്രമുള്ള ഒരു എമൗണ്ടിലൊന്നും ഇതില്ല. അപ്പൊ നമുക്കൊരു ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ പ്രൈസ് നമുക്ക് കൊടുക്കാം. അടുത്തതാണ് വീണ്ടും ഒരു ചെറുവാഹനാണ്. അത് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹുണ്ടായുടെ ഇയോൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 16 മോഡലാണ്. 16 മോഡൽ ഇറാ പ്ലസ്. നമുക്ക് ഫുള്ള് ലോൺ ഇട്ടിട്ട് കൊടുക്കാം. ഫുൾ ലോൺ, ഒരു രൂപ പോലും മുടക്കണ്ട. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമ്മള് പേപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് പ്രൈസ് വരുന്നത് 190 190 അല്ലേ? ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കണേ, AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങള്, നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ മാക്സിമം നമുക്ക് വർക്കുകളൊന്നും ചെയ്യിക്കാനുള്ള അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 195 അല്ലേ? 190 കൊടുക്കുക. 2 ലക്ഷം വരെ ലോണും കൊടുക്കാം. ഒരു 10 രൂപ ആണെങ്കിൽ നമുക്ക് EMI നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഫസ്റ്റ് EMI പൈസ അങ്ങോട്ട് കൊടുക്കാം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വന്നിട്ട് 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. ഓൺഷിപ്പ് 4 അല്ലേ? നമുക്ക് ഏകദേശം നമുക്ക് മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കും? നമുക്ക് ഒരു 15-20 ഉള്ളിലാണ് മൈലേജ്. ഓരോരുത്തരുടെ ഡ്രൈവിംഗിനനുസരിച്ച് മാറും. ഓക്കെ. അപ്പൊ കമ്പനി 18-20 ഒക്കെ പറയുന്നുണ്ട്. ഒരു 15-16 എന്തായാലും പ്രതീക്ഷിക്കാം. അടുത്താണ് ചെറിയൊരു സെഗ്മെന്റില് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നാനോ, അതും ഓട്ടോമാറ്റിക് അല്ല? വൈറ്റ് ഫിനിഷിംഗ് ആണ്. ടിസ്റ്റ് അല്ലേ വരുന്നത്? ടിസ്റ്റ് അത്യാവശ്യം നല്ല ടയേഴ്സ് ഒക്കെ ഫുൾ കട്ട ടയറാണ്. പിന്നെ സിംഗിൾ ഓണർ ആണ് വരുന്നത്. ഒരു 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ? ഇന്റീരിയറൊക്കെ നോക്കി നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതും ഓട്ടോമാറ്റിക്കിലാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു 15 ഒരു ക്ലീൻ പീസ് വണ്ടി എന്ന് പറയാം. ഓക്കെ. നല്ല വൃത്തികാരം. 170 ഇവിടെ ആസ്ക് ചെയ്യുന്ന വണ്ടിയാണ്. നമുക്ക് ഫൈനൽ 155 കൊടുക്കാം. 155 ലോൺ ചെയ്യാൻ പറ്റൂല. കാരണം നമുക്ക് നാനോ എന്ന് പറഞ്ഞാല് ചെറിയ പൈസന്റെ വണ്ടി അതിനെ കൊണ്ടും കമ്പനി
പൊതുവെ എല്ലാ ഫിനാൻസ് കമ്പനികളും കൊടുക്കാത്തൊരു ഐറ്റാണ്. ഐറ്റാണ്. അപ്പോൾ റെഡി ക്യാഷ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ലേഡീസിനൊക്കെ ഫസ്റ്റ് അവൻ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2021 മോഡൽ VXi വരുന്നതാണ്. ഓക്കെ, VXi ആണ്. AC വരുന്നത് ആണ്. പിന്നെ AC ഫാസ്റ്റ് സ്റ്റിയറിംഗ് 4 ഡോർ പവറിന്റെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. എല്ലാം ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിക്കുന്നുണ്ട്? കിലോമീറ്റർ വരുന്നത് 60,000 കിലോമീറ്റർ. സെക്കൻഡ് RC ഓണർ. നല്ല ക്വാളിറ്റി. നമ്മൾ അത്യാവശ്യം സീറ്റൊക്കെ അഡ്ജസ്റ്റ് ഒന്ന് അൾട്ടർ ചെയ്ത് ബക്കറ്റ് സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇന്ത്യയിലൊക്കെ ഒക്കെ നല്ല കിട്ടുവാണ്. 60,000 കിലോമീറ്റർ. 2021 മോഡൽ 21 മോഡൽ ഡുവൽ ജെറ്റ് VVT അല്ലേ. എഞ്ചിനൊക്കെയാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. പെട്രോൾ വേരിയന്റ് ആണ് അല്ലേ. എത്ര ഈ വാഹനത്തിന് ചോദിക്കും? നമ്മൾ 5.39 ആസ്ക് ചെയ്യുന്നത്. നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ 5.50 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 5.25 നമുക്ക് പൈസ തന്നാൽ മതി. 25,000 രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന, അതും 4 സിലിണ്ടറിൽ വരുന്ന വണ്ടിയില്. ഇപ്പൊ 3 സിലിണ്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ 4 സിലിണ്ടർ വേണമെന്നുള്ളവർക്ക് ഒരു ക്യാഷ് കൂടി കൊടുക്കാൻ പറ്റുന്നത്. അടുത്തൊരു എലൈറ്റ് i20, അതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2020 മോഡൽ വണ്ടിയാണ്. ഇതിൽ സിംഗിൾ ഓണറിൽ വന്ന വണ്ടി 44,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ്. 44,000 കിലോമീറ്റർ. അപ്പൊ i20 ഒക്കെ എത്രയും ചെറിയ കിലോമീറ്റർ കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ. പെട്രോൾ എഞ്ചിനിൽ വരുന്നതാണ്. നമുക്കൊരു 15-16 ഓപ്ഷൻ വരും. മൈലേജ് കിട്ടുന്നത്. റിയൽ AC 15 ആവറേജ് മൈലേജ് കിട്ടും. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അലോയ്സ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ് അല്ലേ. അതും സിംഗിൾ ഓണർ ആണ്. ചെറിയ കിലോമീറ്റർ ആണ് ഡിഫൻസ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണ്? 65 ആസ്ക് ചെയ്യുന്ന വണ്ടിയാണ്. 5.50 കൊടുക്കുക. ഫുൾ എമൗണ്ട് ലോണും ചെയ്തു. ഫുൾ എമൗണ്ട് നമുക്ക് ലോണും ചെയ്യാം. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അടുത്തൊരു കിടിലൻ വാഹനമാണ് പൂണ്ടോ അല്ലെ. ഫിയറ്റിന്റെ പൂണ്ടോ. എങ്ങനെയായിരുന്നു മോഡൽ? 2015 ഈവോ പറഞ്ഞ ഫിയറ്റ് പൂണ്ടോയിൽ സെക്കൻഡ് ജനറേഷനിൽ വന്ന വണ്ടിയാണ് അല്ലേ. നമുക്ക് അലോയ്സ് ഒക്കെ അഡീഷണൽ അലൈവിൽസ് ഉണ്ട്. AC ഫാസ്റ്റ് സ്റ്റിയറിംഗ്, 4 ഡോർ പവറിന്റെ ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ എഞ്ചിൻ. നമ്മളെ ഷിഫ്റ്റിലൊക്കെ വരുന്ന എഞ്ചിൻ എന്ന് പറയുമല്ലോ. അതായത് ഇവരാണെങ്കിലും അങ്ങനെയാണ് പറയാം. കാരണം എന്താ വെച്ചാൽ ഇവരാണ് ഫിയറ്റ് ആണ് സ്വിഫ്റ്റിനൊക്കെ എഞ്ചിൻ വരുന്നതാണ് സത്യം. ആ ഒരു കോട്രാജെറ്റ് എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ വരുന്നതാണ് അല്ലേ. എങ്ങനെയായിരുന്നു ഇതിന് മൈലേജ്? 20 കിട്ടൂല അല്ലേ. നമ്മള് ഷിഫ്റ്റിന് അത്ര കിട്ടൂല. ബോഡി വെയിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഒരു 1-2 കിലോമീറ്റർ കുറയും. അതെ, ബോഡി വെയിറ്റ് 20-22 പറയുമ്പോ ഇതിനൊരു 18-19 ഒക്കെ പറയാം. അതാണ് അതിന്റെ മൈലേജ്. എത്ര ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ആസ്ക് ചെയ്യണ 2.15 ആണ്. 1.99 കൊടുക്കും. 1.99 ഫൈനലായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ പൈസ 1.5 വരെയൊക്കെ ലോൺ കിട്ടും. നല്ല ടീമാണെങ്കിൽ ലോണും ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. എല്ലാ ഫിനാൻസും ചെയ്യൂല. ചെയ്യുന്ന ഫിനാൻസുകൾ 1.5 വരെ കൊടുക്കും. ഓക്കെ, അടുത്ത നമുക്കൊരു എല്ലാവരും എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് ടയോട്ടന്റെ എത്തിയോസ് ലീവ. ഡോൾ ടൂൺ ആണ്. പ്ലാറ്റിനം ടൈപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഒറിജിനൽ റീ രജിസ്ട്രേഷൻ 2016 മോഡൽ വണ്ടി. 2016 മോഡൽ അല്ലേ. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. പ്രൈവറ്റ് വണ്ടിയാണ്. ടാക്സി വണ്ടിയല്ല, പുറത്ത് പ്രൈവറ്റ് വണ്ടിയാണ്. രജിസ്ട്രേഷൻ ആയിരുന്നു മുന്നേ. ഓക്കെ, ഇത് കിലോമീറ്റർ 1,00,000. കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. VXD തന്നെയാണോ വരുന്നത്? അല്ല, VD ആണ് അല്ലേ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലേ. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? നമ്മൾ 4.90 ചോദിക്കണേ. 4.50 വരെ ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, 4.50 വരെ പൈസ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. ലോണ് 4.50 വരെ ചെയ്യാം. അടുത്ത് ചെറിയൊരു ബഡ്ജറ്റ് ഡീസൽ സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. ഇതൊരു 18 മോഡൽ വണ്ടി. പേപ്പർ ഒക്കെ എങ്ങനെയായിരുന്നു? 2030 വരെ. 25 റിന്യൂവൽ എടുത്തിട്ടുള്ളൂ. അവിടെ 30 വരെ റിന്യൂവൽ ടൈം. 30 വരെ 5 വർഷത്തെ പേപ്പർ ഉണ്ട്. അലൈവീൽസ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.20. മൂന്നാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ഓക്കെ, എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 1.75 ചോദിക്കുന്നത്. നല്ലൊരു എമൗണ്ട് കുറച്ചിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ആസ്കിംഗ് പ്രൈസ് ആണ്, നോക്കണ്ട. വന്നു കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം കുറച്ചിട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. 30 വരെ പേപ്പറും ഉണ്ട് അല്ലേ. അടുത്തൊരു സെന്നെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? സെന്നിലെ ടൈപ്പ് 2 എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ, ഇത് 2004 മോഡല് കാർപ്പറ്റർ എഞ്ചിൻ വരുന്നതാണ്. ഓക്കെ, എഞ്ചിൻ പരമായിട്ട് നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പുതിയ പേപ്പർ 29 വരെ പേപ്പറിലാണ്. 29 വരെ LX ആണ് ഓപ്ഷൻ. AC മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 4 ടയർ ഭാഗങ്ങളും പുതിയതാണ്. ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല. എഞ്ചിന് മെക്കാനിക്കല് പേപ്പർ എല്ലാം ഫിറ്റ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ 75 രൂപ ആസ്ക് ചെയ്യുന്ന വണ്ടിയാണ്. ഫൈനൽ നമുക്ക് ഒരു 64 രൂപ കൊടുക്കും. 64 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാം അല്ലേ. ഇനി 800. ഇത് എങ്ങനെയായിരുന്നു? AC ഉണ്ട് ഇതില്? ഇത് 2001 മോഡൽ AC മാത്രമുള്ള വണ്ടി. ഇതിൽ AC ആണല്ലോ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, പവർ സ്റ്റിയറിംഗ് വന്നിട്ടില്ല. AC ഉള്ള വണ്ടി എന്ന് പറയാം. ഓക്കെ, AC ഉള്ള 2001 മോഡൽ വണ്ടി. ഓക്കെ, പേപ്പർ ഒക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ 2027 വരെ പേപ്പർ. 27 വരെ പേപ്പർ ഉണ്ട്. MPFI ആണ് കാർപ്പറ്റർ ആണോ വരുന്നത്?
ഇത് കാർപ്പറ്റർ. എത്ര രൂപ? AC ഉണ്ട്, കാർപ്പറ്ററാണ്. ഓക്കെ, എത്ര ഇത് നമുക്ക് 42 രൂപയ്ക്ക് കൊടുക്കും. 42 രൂപയ്ക്ക് ഒരു വീട്ടില് പഠിക്കാനോ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിലും പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു പാർട്ടി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. പോലെ അത്യാവശ്യം ലോകമൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ചെറിയ ടച്ചപ്പ് ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഒക്കെ ചെയ്തിട്ടുള്ള 42 രൂപ. ഓക്കെ, അടുത്തൊരു ടാറ്റ ഇൻഡിക്ക അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? വിസ്റ്റ TDI ആണ്, ക്വാർട്ടർ അല്ല. ഓക്കെ, സോ മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കുക? അത്യാവശ്യം നമ്മള് സ്വിഫ്റ്റിന് കിട്ടുന്ന മൈലേജ് കിട്ടും. ആ സെയിം എഞ്ചിൻ സ്വിഫ്റ്റിന് കിട്ടുന്നതിനേക്കാളും കിട്ടും. അതിലാറെ കിട്ടും. അതെ, എന്നാൽ അതിലാറെ സ്പേസും ഉണ്ട്. അതെ അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2009 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത്. റീ വണ്ടിയാണ് അല്ലേ? 11 നമ്പർ ആയതാണ്. 29 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്ന ഈ വണ്ടിക്ക്? നമ്മൾ 75 രൂപ ചോദിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 64 രൂപ കൊടുക്കാം. 64 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ഡീസൽ വണ്ടിയാണ് അല്ലേ? ഡീസൽ എഞ്ചിനാണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഓക്കെ, അതെല്ലാം വരുന്നുണ്ട്. അടുത്താണ് നമുക്ക് ഒരു കിള്ളം ഫോർഡ് ഫിഗോ. ഇതെങ്ങനെയായിരുന്നു? ഡീസൽ വണ്ടി അല്ലായിരുന്നു? ഡീസൽ ഫോർഡ് ഫിഗോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉള്ള LCD സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിന്. ഓക്കെ, നമുക്ക് നല്ല അത്യാവശ്യം ബോഡി ക്വാളിറ്റി. ഫ്രണ്ടിൽ 2 പുത്തൻ ടയറാണുള്ളത്. ഓക്കെ, നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. ഇത് നമുക്ക് എത്ര തീരുമാനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ആസ്കിന്റെ പ്രൈസ് 1.45 ആണ്. നമുക്ക് നല്ലൊരു എമൗണ്ട് മാറ്റം വരുത്തി തന്നെ കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയിൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. അത്രയും നമുക്ക് ക്വാളിറ്റി. അഡീഷണൽ സീറ്റ് കവർ, LCD കാര്യങ്ങൾ ചെയ്തതിന് നല്ല പുതിയ 2 ടയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നുണ്ട്. അടുത്ത നമുക്കൊരു US ബ്രാൻഡ് ആണ്, ജീപ്പ് കോമ്പസ്. അത് നമുക്ക് പരമാവധി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന റെഡ് ആൻഡ് ബ്ലാക്കിൽ ഒരു കിഡ്ലം വാഹനം അല്ല? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ RC ഓണറിൽ 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് സർവീസ് കാര്യങ്ങളെല്ലാം പോയ വണ്ടിയാണ്. 60,000 ഓടിയിട്ടുള്ളൂ. ഒന്നുമില്ല, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടി. കസ്റ്റമർ വന്നിട്ടില്ലെങ്കിൽ പോലും അവർക്ക് എടുക്കാം, പൈസ ഇട്ടിട്ട് വണ്ടി എടുക്കാം. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന. എത്ര ചോദിക്കുന്ന? ഇതിന് 12.50 ആണ് ചോദിക്കുന്നത്. മാക്സിമം 12 വരെ ലോണും കിട്ടും. ഓക്കെ, ഒരു 19 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ചെറിയ മാറ്റം വരുത്തും ചെയ്യാം. വന്നു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് മാറ്റം വരുത്തി തന്നെ ചെയ്യാം. വണ്ടി കൊടുക്കും, നല്ലൊരു എമൗണ്ടിൽ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലെ? വന്ന് ഇഷ്ടപ്പെട്ടാലേ. അടുത്ത നമുക്ക് വീണ്ടും ഒരു ചെറുവാഹനാണ്, ഓൾട്ടോ K10 അല്ലേ? നമുക്ക് ഓൾട്ടോ പോലെ തന്നെ അത്യാവശ്യം K സീരീസിൽ നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2011 മോഡൽ 12 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇത് VXi ആണ്, ഓൾട്ടോ K10. അന്നത്തെ ഫുൾ ലോഡ് വണ്ടി അല്ലേ? അന്നത്തെ ഫുൾ ലോഡ് വണ്ടി. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഈ കിലോമീറ്റർ 1 സംതിങ് ഇതിന്റെ ലെവലിൽ ഓടിയത്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ വരുന്ന എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇതിലൊക്കെ നല്ല കിടുവാണ്. അപ്പൊ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മൾ 1.40 വയ്ക്കുന്ന വണ്ടിയാണ്. അപ്പൊ നല്ലൊരു എമൗണ്ട് മാറ്റം വരുത്തിട്ട് തന്നെ കൊടുക്കാം. സീരീസ് എഞ്ചിനാണ്, എഞ്ചിനെ കുറിച്ച് ടെൻഷൻ അടിക്കാല്ല. ഓക്കെ, അതായത് വാഗണറിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. വാഗണറിനേക്കാളും മൈലേജ് കിട്ടും. ആൾട്ടോന്റെ ബോഡിയിൽ വരുന്നുള്ളൂ. എത്ര രൂപ ചോദിക്കണത്? അതിന് 1.40 വയ്ക്കുന്ന വണ്ടിയാണ്, നല്ല മാറ്റം വരുത്തിട്ട് തന്നെ കൊടുക്കും. ലോണ് സൗകര്യം ഉണ്ടാവും? ലോണ് എല്ലാ ഫിനാൻസും കൊടുക്കില്ല, ശ്രീരാം പോലത്തെ ഫിനാൻസുകളെ കൊടുക്കുള്ളൂ. ചെയ്ത് നോക്കാം. അടുത്തൊരു ഫുൾ ബ്ലാക്കിൽ വരുന്ന കിഡ്ലൻ ടയോട്ട കൊറോള ഓൾട്ടീസ്. അതെ അതെ, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നല്ല കോസ്റ്റ്ലി കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. വാഷ് ചെയ്യാണ്ട് ചെറിയ പൊടി ആയതാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2011 മോഡൽ J ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിന് ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല, ബേസ് ആണ്. G ആണ് ഫുൾ വരുന്നത്. ജിയും GL ഒക്കെയാണ് ഫുള്ളിൽ വരുന്നത്. J ആണ്. അത്യാവശ്യമുള്ള ഫീച്ചർ ഒക്കെ ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ. ഒരു സെമി പ്രീമിയം ലെവലിൽ വരുന്ന വണ്ടിയാണ്. ഇത്ര വലിയ വണ്ടിയാണെങ്കിലും മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മളെ പിന്നെ എത്തിയോസിനൊക്കെ വരുന്ന സെയിം എഞ്ചിൻ അല്ലേ? പമ്പും കാര്യങ്ങളൊക്കെ സെയിം വരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു മൈലേജിൽ ചെറിയൊരു വേരിയേഷനേ വരുള്ളൂ, കുറച്ച് കുറയുന്നുള്ളൂ. ഓക്കെ, എത്ര ചോദിക്കണം? നമ്മള് 3.90 ആണ് ചോദിക്കുന്നത്. 3.90 നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. ഓക്കെ, അടുത്തൊരു വിന്റേജ് വാഹനമൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു കിഡ്ലം വാഹനമാണ്. അത് പക്ഷേ നല്ല അൾട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിഡ്ലം അംബാസിഡർ. അതെ, ഇതാണ് നിങ്ങൾ കുറെ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണത്? ഇതിപ്പോ ഒരു 4 വർഷമായിട്ട് എന്റെ കയ്യിലുള്ള വണ്ടിയാണ്. എന്റെ പേരിൽ തന്നെയാണ് വണ്ടി. ഇത് നമുക്ക് ഇതിൽ ചെലവാക്കിയ എമൗണ്ട് നോക്കണ്ട. ഇത് നമ്മൾ ആസ്ക് ചെയ്യണത് 4 ലക്ഷമാണ്. ഇതിന് നമുക്ക് സൺറൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ലൊരു എമൗണ്ട് ചെയ്തതാണ്. അത് ചെയ്തതിനെ കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല, പഴയ വണ്ടിയിലല്ലേ. ഓക്കെ, നമുക്ക് പുതിയ പേപ്പറെല്ലാം ഫുള്ള് സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. എടുത്തിട്ട് അല്ല, ഇതിൽ സൺറൂഫ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മോട്ടറൈസ്ഡ് മിറർ, മോട്ടറൈസ്ഡ് സീറ്റ്, മോമോ സ്റ്റിയറിംഗ്, LCD എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാം നമുക്ക്? അതിന് 4 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്.
പുതിയ ഇൻഷൂറും റിന്യൂവലൊക്കെ എടുത്തിട്ടുള്ള എമൗണ്ട് എല്ലാം എടുത്തിട്ട് ഇത്രയും ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇസൂസ് എഞ്ചിനാണ് വരുന്നത്. ഇതിൽ കമ്പനി തന്നെ എസിയും പവർ സ്റ്റിയറിംഗും പിന്നെ ഇൻക്ലൂഡ് ആണ്. ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ ആഡ് ഓൺ ചെയ്തതാണ്. പോർഷോ ലെതർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എമൗണ്ട് ഇറക്കിയിട്ടുണ്ട്. നല്ല എമൗണ്ട് ഇറക്കി. ഓക്കെ. അടുത്ത് നമുക്കൊരു കിയയുടെ സെൽട്ടോസ് ആണ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന. അതും നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2022 മോഡൽ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. 40,000 കിലോമീറ്റർ. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്, നല്ല നീറ്റ് ആണ്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഹിസ്റ്ററിക്ക് എല്ലാം പക്കയല്ല വണ്ടി? ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ എഞ്ചിനാണ്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓക്കെ. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? നമ്മള് 12,10 ചോദിക്കുന്നത്. 12,10 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കും. ഫുൾ ലോണിൽ ഒരു ഓഫർ പ്രൈസിൽ ഡീസൽ വണ്ടി. അത് 40,000 കിലോമീറ്റർ. അടുത്തൊരു 7 സീറ്റർ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മഹീന്ദ്രയുടെ മരാസോ അല്ല. കാരണം നമുക്ക് ഒരു ക്രിസ്റ്റ ഒക്കെ നോക്കുന്നവർക്ക് 7 സീറ്റർ ആണ്, മൈലേജ് കിട്ടും. കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിട്ടുന്ന 7 സീറ്റർ ആണ് അല്ലെ. സൺറൂഫ് അല്ല, സെൻട്രലൈസ്ഡ് AC വരെ വരുന്ന വണ്ടിയാണ്. അതിന്റെ ഒരു പ്രത്യേകതയിൽ ഉള്ള യാത്ര ചെയ്താലാണ് ഇതിന്റെ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് M2 പറഞ്ഞ ഓപ്ഷനാണ്. M2 ആണ് വരുന്നില്ല. ഇത് 2019 മാർക്കറ്റ് ആണ്. ഓക്കെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 76,000 കിലോമീറ്റർ. മൂന്നാമത്തെ ഓണറിൽ വരുന്നതാണ്. ഇത് നമുക്ക് 695 ആസ്ക് ചെയ്യണത്. നമുക്ക് 6,45 ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ഒരു 25 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൽ 7 സീറ്റർ നമുക്ക് കൊണ്ടുപോകാം. മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. അടുത്തൊരു ഫോർഡ് എക്കോ സ്പോർട്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2013 മോഡൽ വണ്ടിയാണ്. ഡീസലിൽ വരുന്ന 4ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. ഓക്കെ. എഞ്ചിന് ഫുൾ വർക്ക് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ആ ഒരു മേഖല 135 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എഞ്ചിൻ വർക്ക് ഫുൾ ചെയ്തതാണ്. ചെയ്ത വണ്ടി. ഓക്കെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഒരു വണ്ടി തന്നെ പറയാം. ഓക്കെ. എത്ര എല്ലാവർക്കും സംശയം ഉണ്ടാകാതായിരിക്കും. ഓക്കെ. എത്ര ചോദിക്കും നമ്മൾ? നമ്മൾ ആസ്ക് ചെയ്യണത് 3.25 3.25 മാറ്റം വരുത്തിട്ട് നമുക്ക് കൊടുക്കാം. ലോൺ ഫെസിലിറ്റി ഉണ്ട്. ലോണും ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം വരെ ലോൺ ചെയ്യാം. അടുത്ത 2 കിലോ ഫോർച്യൂണറുകളാണ്. ഇതൊരു ഗോൾഡ് ഫിനിഷിംഗ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക്കൽ വരുന്ന വണ്ടി. 2 വീൽ ഓട്ടോമാറ്റിക്കൽ. അതെ. റീ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. അത് നമുക്ക് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. സീറ്റിൽ LCD കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ. അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട് അല്ലേ? ഇത് ഒറിജിനൽ കേരളാണോ? റീ ആണ്. പക്ഷെ കമ്പനി സർവീസ് ആണ്. അവിടുന്ന് കമ്പനി സർവീസ് ആണ്, ഇവിടുന്ന് കമ്പനി. 2,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ. 2 വീൽ ഓട്ടോമാറ്റിക്. എത്ര രൂപ ചെയ്യാം? ഇത് നമ്മൾ 990 ആസ്ക് ചെയ്യണത്. നമുക്ക് 9.25 കൊടുക്കാം. 9.25 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഞാൻ അടുത്തൊരു വൈറ്റ് ഫിനിഷിംഗ് ആണ് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ വണ്ടിയാണ്. 2 വീൽ ഓട്ടോമാറ്റിക് റീ രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടിയാണ്. KL76 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡ് ഒക്കെ നല്ല കിടുവാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി വാഹനമാണ് അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 12.50 ആണ്. 12.50 മാക്സിമം ലോണും ചെയ്തു. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. അടുത്തൊരു കിഡ്ലം പോളോ വരുന്നുണ്ട്. റെഡ് ഫിനിഷിംഗ് ആണ്. കെൽസന്റെ എറണാകുളം രജിസ്ട്രേഷൻ ആണ്. ഡുൾട്ടൂൺ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? ലൈനാണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിന്റെ വരുന്ന വണ്ടി. ഓക്കെ. ഇത് നമുക്ക് 1.75 ആസ്ക് ചെയ്യുന്ന വണ്ടിയാണ്. ഒരു 1.60 ഫൈനൽ കൊടുക്കാം. 1.60 അല്ലേ? പൊട്ടിച്ചു കൊടുക്കാണ്. 1.60 അഡീഷണൽ LCD സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടി. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ പോളാണ്. വെറും 1.60 കൊടുക്കാം. 1.60 ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. അടുത്തൊരു ഇയോണ് വീണ്ടും ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഡിലൈറ്റ് പ്ലസ്. അതായത് AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുള്ളൂ. ഇതിന്റെ ബേസ് മോഡലാണ്. അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിക്ക് നമുക്ക് മൈലേജും കാര്യങ്ങളും നല്ല യാത്രാ കംഫർട്ട് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയില്ല. മൈലേജ് ഒരു 17 പ്രതീക്ഷിക്കാല. 15 to 20 ഉള്ളിൽ. 15 to 20 ഡിപ്പെൻസ് ആണ്. ഇതാണ് 15 മുതൽ 20 വരെ. എത്ര ചോദിക്കുന്നത്?
നമ്മൾ 1.45 ആസ്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു മന്ത്ലി EMI ഒരു 3000-3500 5 ഉള്ളിലൊക്കെ ആണെങ്കിൽ 5 രൂപേന്റെ ലോൺ കിട്ടും. വണ്ടി നമ്മൾ 1.35 കൊടുക്കും ഫൈനൽ പൊട്ടിച്ച് വീണ്ടും പൊട്ടിച്ച്. അപ്പൊ ഒരു 5 രൂപേന്റെ താഴെ EMI നമുക്ക് വണ്ടി മുടക്കണ്ട, ലോൺ കിട്ടും. ചെറിയൊരു 5 രൂപ മാസം അടിച്ചാൽ മതി. ഓക്കെ, ബൈക്കിന്റെ EMI വരുള്ളൂ. ഓക്കെ. അടുത്ത തവണ നമുക്ക് ഒരു കിഡ്ലം റിഡ്സ് ആണ്. ഡീസൽ വണ്ടിയാണോ? ഡീസൽ VDI AC പവർ സ്റ്റിയറിംഗ്, പവറിന്റെ ഒരു 18-20 മൈലേജും കിട്ടും. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. VDI ഓപ്ഷൻ. ഓക്കെ, എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? 1.30 കിലോമീറ്റർ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 2.25. നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപക്ക് നമുക്ക് ഓഫർ പ്രൈസ്. അടുത്ത് വീണ്ടും ഒരു ഫിഗോ വരുന്നുണ്ട്. ഡീസൽ വണ്ടി തന്നെയാണ് അല്ലേ? എങ്ങനെയായിരുന്നു? ഫുൾ ഓപ്ഷൻ ആണ് ഫിഗോന്റെ. 2013 മോഡൽ ഫിഗോ, 3ാമത്തെ ഓണർ, 1,50,000 കിലോമീറ്റർ. എഞ്ചിൻ ഫുൾ രണ്ടാമത് വർക്ക് എടുത്ത വണ്ടി. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണ വില എന്ന് വെച്ചാൽ 1.75. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം അല്ലേ? അടുത്തൊരു വാഗ്നർ അല്ലേ? അന്നത്തെ ഫുൾ ലോഡ് വണ്ടിയാണ്, VXi ആണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡൽ VXi, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇത് 2.25 ചോദിക്കുന്ന വണ്ടിയാണ്. അടുത്ത വർഷം പേപ്പറിനായ വണ്ടിയാണ്. നമുക്ക് പേപ്പറിനുള്ള പൈസയും അഡീഷണൽ ഒരു പൈസയും കുറച്ചിട്ട് 2 ലക്ഷം രൂപ കൊടുക്കാം. 26,000 രൂപ ഓഫർ ഇട്ടിട്ട് 2 ലക്ഷത്തിന്. അടുത്തൊരു ഫോക്സ് വാഗൻ വെന്റോ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2011 മോഡലാണ്. ട്രെൻഡ് ലൈൻ. ഓക്കെ, ഡീസൽ എഞ്ചിനിൽ വരുന്നതാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. 1 ലക്ഷം കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടി. ഓക്കെ, നമ്മൾ 1.75 ചോദിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു പേപ്പറിനുള്ള എമൗണ്ട് കുറച്ച് 1.60 കൊടുക്കാം. 1.60 നമുക്ക് ചെയ്യാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. 1.60. 26 മെയ് വരെ ഇൻഷുറൻസും ഉണ്ട്. ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. ഒന്നും പേടിക്കേണ്ട, നമുക്ക് സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സോ ഒരു ബെസ്റ്റ് പ്രൈസ് അല്ലേ? അടുത്ത വീണ്ടും നമുക്കൊരു BS6 വേരിയന്റിൽ വരുന്ന ഒരു കിഡ്ല 800 ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ 20 രജിസ്ട്രേഷനിൽ വരുന്ന AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ് ഒക്കെ വരുന്ന ഓപ്ഷൻ. അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന പുതിയ മോഡലിൽ വരാം. ഇപ്പൊ ഒരു പുതിയൊരു വാഹനം എടുക്കാൻ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ വാഹനം കിട്ടൂല, കാരണം ഈ വാഹനം നിർത്തിയിട്ടുണ്ട്. ഇറങ്ങണ ലാസ്റ്റ് സമയത്ത് 5 ലക്ഷത്തിന്റെ ലെവലിൽ വിലയായിട്ടുണ്ട് അല്ലേ? ഇത് അത്യാവശ്യം മൈലേജും കിട്ടും. BS6 ആണ് വണ്ടി. 20 കിലോമീറ്റർ എന്തായാലും അതിന്റെ മുകൾക്ക് വരെ മൈലേജ് വരാം. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഓടിയിട്ടുള്ളത്? കിലോമീറ്ററിന് 78,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്നത് 2.65 ആണ്. ലോണ് നമുക്ക് 2.5 വരെ ലോൺ കൊടുക്കാം. 15 രൂപ 15,000 വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്ത് ഇത് ഡീസൽ വണ്ടിയാണോ സിറ്റി വരുന്നത്? അതെ, ഡീസൽ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് മൈലേജ് തന്നെയാണ്. 20ന്റെ മുകളിലാണ് മൈലേജ്. 20ന്റെ മുകളിൽ തന്നെ കിട്ടും. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 മോഡല് V ഓപ്ഷനിലാണ് വരുന്നത്. ഒറിജിനൽ കേരള വണ്ടി. ഡീസൽ എഞ്ചിൻ വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും 1 ലക്ഷത്തിന്റെ മുകളിലാണ് കിലോമീറ്റർ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ ഫുള്ള് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കൽ 4.50 ചോദിക്കുന്നത്. 4 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാം. വിലയിൽ നമുക്ക് ചെറിയ മാറ്റം വരും. അപ്പൊ ഒരു 50,000 ഉള്ളിൽ മുടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അടുത്തത് നമുക്കൊരു ന്യൂ മോഡൽ വാഗ്നർ. അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതെ, VXi ഓട്ടോമാറ്റിക് സിംഗിൾ RC ഓണർ വണ്ടി. 95,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, ഈ വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്നത് 4.45 ആണ്. നമുക്ക് വില പൊട്ടിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല മൈലേജ്. 4.25 വരെ ലോണും ചെയ്യാൻ പറ്റും. 4.25 വരെ ലോൺ ചെയ്യാം. അത് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാം. അത് നമുക്ക് ഓട്ടോമാറ്റിക് ടയറും പുതിയതാണ്. ഓട്ടോമാറ്റിക് VXi വേരിയന്റ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം. 7 സീറ്റർ തന്നെയാണ്. മഹീന്ദ്രയുടെ മരാസോ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് 7 സീറ്റർ ആണെങ്കിലും ഒരു 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 M2 ആണ് ഓപ്ഷൻ വരുന്നത്. റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇതിൽ കാണുന്നത് 1 സംതിങ് ആണ്. കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂല, പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് ആണ്. ബോഡി നല്ല ക്വാളിറ്റിയാണ്. 4 ടയർ പുതിയതാണ്. ഓക്കെ, ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. അത്യാവശ്യം നമുക്ക് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനൊന്നും ചെയ്യാനില്ല. കൊടുക്കാൻ പറ്റൂ. ഇത് നമ്മള് 5,80,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. 5.5 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 30 രൂപ സുഖമായിട്ട് നമുക്ക് 6 ലക്ഷം വരെ നല്ല പാർട്ടിക്ക് ലോൺ കിട്ടും. അപ്പൊ ഒരു 50,000 രൂപ വരെ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ബാക്കിൽ കിട്ടുന്ന നല്ലൊരു വാഹനമാണ്. 7 സീറ്റർ വാഹനം. സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ നോക്കുന്നവർക്ക് കിഡ്ലം വാഹനം ഉണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 2018 സിംഗിൾ ഓണർ ഇല്ല. ഡീസൽ അല്ല വണ്ടി വരുന്നത്. ഡീസൽ വരുന്നത് E+ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്ററിന്റെ 71,000 കിലോമീറ്റർ. 1.71. വെറും 71,000 കിലോമീറ്റർ സിംഗിൾ ഓണറിലുള്ള വണ്ടി. ഇത് 1.6 ആണോ? അല്ല, 1.4. അപ്പൊ നല്ല മൈലേജ് കിട്ടും. 1.4 ഫുൾ ഓപ്ഷൻ അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 790 ആണ്. നമുക്കിത് മാക്സിമം 7 വരെ ലോൺ ചെയ്ത് കൊടുക്കാം.
ഒരു 25,000 രൂപ മുടക്കിയാണ് ഒരു 775 നമുക്ക് വണ്ടി കൊടുക്കാം. 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതെ, പ്രൈസ് ഡീസൽ വണ്ടിയാണ്. അത് 70,000 കിലോമീറ്റർ. 71,000 കിലോമീറ്റർ. അടുത്തൊരു ബീറ്റ് ഇല്ല, അത് ഡീസലാണത് പെട്രോൾ ആണ്? ഡീസൽ. മൈലേജ് പറഞ്ഞാൽ ഇതിന്റെ ഹൈലൈറ്റ് പോലത്തെ കളറ്. അടിപൊളി കളർ. മൈലേജ് നോക്കണ്ട. അതായത് കമ്പനി 25ന്റെ മുകളിൽ കമ്പനി മൈലേജ് പറയുന്നതിന്റെ താഴത്തേക്ക് ഇതിന് എങ്ങനെയാലും വരൂല അല്ലെ? 20 മേലേക്ക് മൈലേജ് ഉള്ളൂ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് LT ആണ് ഓപ്ഷൻ വരുന്നത്. 2013 മോഡല്. രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യണ വില 1.35 ആണ്. ലോണ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റൂല. വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. വണ്ടി എല്ലാ ഭാഗങ്ങളും ഫിറ്റ്, ടയർ ആണെങ്കിലും എഞ്ചിൻ ആണെങ്കിലും AC കാര്യങ്ങൾ എല്ലാം പക്ക ഫിറ്റ് വണ്ടി. അപ്പൊ മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ. ചെറിയൊരു പൈസക്ക് മൈലേജ് ഉള്ള നല്ലൊരു വണ്ടി. ഡീസൽ വണ്ടി. അതെ അതെ. അടുത്ത നമുക്കൊരു വെന്യൂ സെക്കൻഡ് ജനറേഷൻ ആണ്. N-Line ആണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം DC ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് ഇത് വെറും 24,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടി വണ്ടിയാണ് അല്ലേ? 2023 മോഡല്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 10,90 ആണ്. 10,90 അല്ലേ? ഫുൾ എമൗണ്ട് ലോൺ വേണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റും. ക്യാഷ് ബാക്ക് ഒരു 17 റേഞ്ചിൽ വില വരുന്ന വണ്ടിയാണ്. പുതിയ വണ്ടിയാണ് അല്ലേ? അത് നമുക്ക് സൺറൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സിൽ വരുന്ന ഒരു കിള്ളം വണ്ടി. ഫുൾ ഓൺ അല്ലെ ക്യാഷ് ബാക്ക് അല്ലേ? ഫ്രണ്ട്സ്, നമ്മളിന്ന് ബ്ലൂബറിയിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് പുല്ലാനൂരാണ്. അതായത് മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പുറത്ത് നിന്ന് മഞ്ചേരി റൂട്ട്. ഇത് മഞ്ചേരി റൂട്ടാണ് വരുന്നത്. മഞ്ചേരി കോഴിക്കോട് റൂട്ട് ഇല്ല? അപ്പൊ അതാണ് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് ആൻഡ് സോളി സൈനിങ് ഓഫ്.